ഇപ്പോൾ എന്തായാലും നമ്മൾ സൈൻ കൺവെൻഷനും അതേപോലെ ഹൗ ടു കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ച വ്യക്തികളാണ് അല്ലേ. നമുക്കിനി ഇത് എന്താണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ മനസ്സിലാവുക അല്ലേ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കോൺകേവ് മിറർ ഉണ്ട്. എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് 3 times magnified real image of an object placed at 10 centimeter in front of it. Where is the image located? I repeat the question. A concave mirror produces 3 times magnified real image of an object placed at 10 centimeter in front of it. Where is the image located? ചോദ്യം എല്ലാവർക്കും പിടികിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ചോദ്യം ഒന്നും കൂടി വ്യക്തമായിട്ടൊന്നും കൂടി കാണാം. ഒരു കോൺകേവ് മിറർ ഉണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പെറിക്കൽ മിറേഴ്സ് അതേപോലെ ലെൻസിൻ്റെ ഒക്കെ പ്രോബ്ലംസ് വരുമ്പോൾ ഫോർമുലാസ് നമുക്കറിയാം എങ്കിൽ ഓക്കെ കുഴപ്പമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം. പക്ഷേ ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും അതൊന്ന് നമ്മൾ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ വെരി ഈസി ടു ഗെറ്റ് ദ ഐഡിയാസ് ബിഹൈൻഡ് ദി പ്രോബ്ലംസ്. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാവിധ സൂത്രങ്ങളും വെറും ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് പിടികിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലംസിനെ നിങ്ങൾ എന്താക്കി മാറ്റുക, ഒരു ഡയഗ്രാം ആക്കി മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരു കോൺകേവ് മിറർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാണ് കോൺകേവ് മിറർ, എല്ലാവർക്കും അറിയാമല്ലോ. കോൺകേവ് മിറർ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്, ഈ കോൺകേവ് മിറർ ഇറ്റ്സ് പ്രൊഡ്യൂസസ് 3 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. ഈ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 3 times ആണ് അല്ലേ. 3 times ഓഫ് ദി ഒബ്ജക്റ്റ് പ്ലേസ്ഡ്, നമ്മൾ ഉപയോഗിച്ച ഒബ്ജക്റ്റിന് 3 times മാഗ്നിഫിക്കേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഗിവൺ ആണ് മാഗ്നിഫിക്കേഷൻ എത്ര തന്നിട്ടുണ്ട്, 3 times ആണ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ വേറെ ഒന്നും കൂടിയുണ്ട്. എന്താ നമുക്ക് കിട്ടുന്നത്, റിയൽ ഇമേജാണ് കിട്ടുന്നത്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് റിയൽ ഇമേജ്. ഇനി ഈ കോൺകേവ് മിററിൻ്റെ പോളിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ അകലെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ അകലെയാണ്. എങ്കിൽ എവിടെയാണ് ഇമേജ് എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. കോൺകേവ് മിററാണ്, ഇമേജ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക അല്ലേ. എക്സെപ്ഷണൽ കേസ് മാത്രമേ ഉള്ളൂ വെർച്വലായിട്ട് മാറുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കോൺകേവ് മിററിൻ്റെ ഒന്നല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഉള്ളിൽ വരണം. ആ ഇമേജിൻ്റെ ലൊക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്, എവിടെയാണ് ഇമേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഇവിടെ ഒരു കോൺകേവ് മിററുണ്ട്, അതിൻ്റെ മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് കാരണമുണ്ടാകുന്ന ഇമേജിൻ്റെ ലൊക്കേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് മാഗ്നിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മാഗ്നിഫൈഡ് ആണ്, 3 times മാഗ്നിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതൊരു റിയൽ ഇമേജും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ ക്ലൂകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്നുണ്ട് ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിന് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതാറ്, യു വെച്ചുള്ള ടേം വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എഴുതാറ്. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്, 10 സെൻറ്റിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, പോളിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. 10 സെൻറ്റിമീറ്റർ അകലെയാണ്. അതായത് വി ആർ മെഷറിങ് ദ ഡിസ്റ്റൻസ് വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദി ഇൻസിഡൻറ്റ് റേ അല്ലേ. ഇവിടെ വരുന്ന ഇൻസിഡൻറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യണം. ഇത് മുന്നേ പറഞ്ഞതാണ് അല്ലേ. യു ഷുഡ് ബി
നെഗറ്റീവ് 10 സെൻറ്റിമീറ്റർ. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇമേജിൻ്റെ ഡിസ്റ്റൻസ് നമ്മളെങ്ങനെ കണ്ടെടുത്തുക? വി ആയിട്ടാണ് കണ്ടെടുത്തുക. വി ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ തന്നിട്ടുള്ളതാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നതാണ്. ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. വി എങ്ങനെ കണ്ടെത്തും? ഈ രണ്ട് തന്നിട്ടുള്ള ഈ രണ്ട് ക്വാണ്ടിറ്റീസിന് വി എങ്ങനെ കണ്ടെത്തും? m = -v/u എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? m = -v/u പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? മതി. അപ്പോൾ m = -v/u പഠിച്ചതാണ്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? -3 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, -3. ഇവിടെ മൈനസ് എടുക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ മാഗ്നിഫിക്കേഷൻ പാർട്ടിൽ പറഞ്ഞു, റിയൽ ഇമേജസ് ആണ് വരുന്നതെങ്കിൽ വി വിൽ ടേക്ക് ഇറ്റ് ആസ് എ നെഗറ്റീവ് വാല്യൂ അല്ലേ? നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുക്കുക. ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടത്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഇവിടെ എത്രയാണ്? -3 = -v/-10 അല്ലേ? -v/-10. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ആ മൈനസാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മൈനസ് ഡിസ്റ്റൻസ് ഉണ്ട്. ആ മൈനസാണ് ഇവിടെ വന്നത്. മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിത്തീരും? പോസിറ്റീവായിട്ട് തീരുമെന്നൊക്കെ പഠിച്ചതല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം? ഫ്രം ദിസ് v = -30 സെൻറ്റിമീറ്റർ അല്ലേ? v = -30 സെൻറ്റിമീറ്റർ. ഉത്തരം റെഡി. അപ്പോൾ നമ്മുടെ ഇമേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? -30 സെൻറ്റിമീറ്റർ ആണ്. -30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റേ ഡയഗ്രാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് പോയിട്ട് 30 സെൻറ്റിമീറ്റർ ആകുന്നിടത്താണ് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ചോദ്യം വായിക്കാം, ചോദ്യത്തിലുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടും. പിന്നെ മാഗ്നിഫിക്കേഷൻ ഭാഗത്ത് യു എങ്ങനെ എടുക്കണം, വി എങ്ങനെ എടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷനിൽ റിയൽ ഇമേജസ് വന്നാൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായി തീരും, അതേപോലെ വെർച്വൽ ഇമേജസ് വന്നാൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഈ പ്രോബ്ലം സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. യു ക്യാൻ ട്രൈ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. An object 1 centimeter high is held near a concave mirror of magnification 10. How tall will be the image? An object 1 centimeter high is held near a concave mirror of magnification 10. How tall will be the image? 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു കോൺകേവ് മിറർ 10 മാഗ്നിഫിക്കേഷൻ പവറുള്ള 10 മാഗ്നിഫിക്കേഷൻ കഴിവുള്ള കോൺകേവ് മിററിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു എങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഹൈറ്റാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്? സോ ഹിയർ ഈസ് എ കോൺകേവ് മിറർ and here is an object having height 1 centimeter and the magnification of this mirror is given as 10. What is h2? Height of the image ആണ് ചോദിച്ചിട്ടത്. സിമ്പിൾ അല്ലേ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്.
height of the image divided by height of object. Then that is equal to, ഇതെങ്ങനെ എഴുതും? ടെൻ ഈക്വൽ ടു h2 ഡിവൈഡഡ് ബൈ 1 സെൻറ്റിമീറ്റർ അല്ലേ? h2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ h2 ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങനെ കണ്ടെത്തും? 10 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ഗിവൺ ആസ് 10 സെൻറ്റിമീറ്റർ. എളുപ്പമല്ലേ? എളുപ്പമാണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലാസ് ഓർത്തിരിക്കുക. ഹൈറ്റ് പ്രകാരമുള്ള ഫോർമുല എന്ന് പറയുന്നതാണ് h2/h1. അതേപോലെ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളതാണ് -v/u. ഈ രണ്ട് ഫോർമുല മനസ്സിലാക്കുക. ഇതിൽ h1 vu ഇതൊക്കെ എന്തിനെ അടയാളപ്പെടുത്തുള്ളൂ? സെൻറ്റിമീറ്ററിലാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ കാര്യം കൂടി ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയുള്ള വർക്കൗട്ട് ഞാനിപ്പോൾ ഒരു പ്രോബ്ലമാണ് ചെയ്തത്. ഈ പ്രോബ്ലത്തിനുള്ള ഡിജിറ്റുകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കി പരിശീലിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ആൻ ഒബ്ജക്റ്റ് 4 centimeter in size is placed at a distance of 25 centimeter from a concave mirror of focal length 15 centimeter. Find the position, nature and height of the image. Question I am repeating. An object 4 centimeter in size is placed at a distance of 25 centimeter from a concave mirror of focal length 15 centimeter. Find the position, nature and height of the image. ഒരു കോൺകേവ് മിറർ തന്നിട്ടുണ്ട്. ഈ കോൺകേവ് മിററിൽ 25 സെൻറ്റിമീറ്റർ അകലെയായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹൈറ്റാണ് അല്ലേ? അത്രത്തോളം അത് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ഈ കോൺകേവ് മിറർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ്, നേച്ചർ എന്താണ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒബ്ജക്റ്റ് സൈസ് വരുമ്പോൾ മാഗ്നിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്, ഫോക്കൽ ലെങ്ത്, ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരണം നമുക്കിവിടെ മിറർ ഫോർമുല യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നമുക്കിനി ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലിസൺ ഹിയർ. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതതിൻ്റെ പോൾ. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ആ ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒരു മിററിന് പോളിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അതായത് ഇതാണ് യു പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ്. ഇത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ. ഇനി ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഏതാണ്ട് ഇവിടെ വരും അല്ലേ? ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത് എത്രത്തോളാണെന്ന് പറഞ്ഞത്? അതായത് ഫോക്കസിനും പോളിൻ്റെ ഇടയിലുള്ള ലെങ്ത്ത് അത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇമേജ് എവിടെയെന്നാണ്. വേർ ഈസ് ഇമേജ്. നമുക്ക് ഇമേജ് ഇതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇമേജിന് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസിനെ വി എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അതേപോലെ അതിൻ്റെ ഹൈറ്റിനെ നമ്മൾ h2 ആയിട്ടാണ് അടയാളപ്പെടുത്തുകയെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ച് എല്ലാം പ്രതിഫലിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്കൗട്ടാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ
ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് തന്നിട്ടുള്ള ഡാറ്റാസുകളെല്ലാം എഴുതാം. ഇവിടെ യു തന്നിട്ടുണ്ട്. യു എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. പക്ഷേ സൈൻ കൺവെൻഷൻ പ്രകാരം വി ഷുഡ് ഹാവ് ടു ടേക്ക് യു ആസ് എ നെഗറ്റീവ് അല്ലേ? യു നെഗറ്റീവായിട്ടാണ് എടുക്കുകയെന്ന് പറഞ്ഞു. കാരണം ഇൻസിഡൻറ്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളെപ്പോഴും യു മെഷർ ചെയ്യുന്നത്. അപ്പോൾ യു ഈസ് ടേക്കൺ ആസ് -25 സെൻറ്റിമീറ്റർ. ആൻഡ് ഹിയർ എഫ് ഈസ് ഗിവൺ. എഫ് എത്ര തന്നിട്ടുള്ളത്? 15 സെൻറ്റിമീറ്റർ. ഓക്കെ, 15 സെൻറ്റിമീറ്റർ ഈസ് ഗിവൺ. ആൻഡ് ഹിയർ ഈസ് H1 is given, that is 4 centimeter. We have to find out what is V അല്ലേ? അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തെഴുതുക, കൂടെ തന്നെ അതിൻ്റെ യൂണിറ്റ് എഴുതാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ വിക്ക് കിട്ടാൻ പറ്റുന്നൊരു ഫോമുല ഏതാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാമല്ലോ, യു ഡിസ്റ്റൻസ്, വി ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മിറർ ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മിറർ ഫോമുല ഇവിടെ എഴുതാം. 1/f is equal to 1/v plus 1/u. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോമുല. 1/f equal to 1/v plus 1/u. ഈ ഫോമുലേനെ തന്നെ നമ്മൾ ഇത്രയും കൂടി മോഡിഫൈ ചെയ്തിട്ട് എഴുതുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേക്കാം. 1/f is equal to, ഇതിന് നമ്മൾ LCM എടുക്കുക. VU is equal to എന്തായാലും u പ്ലസ് വി ആണ് വരിക അല്ലേ? 1/f ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ വി യു. ഇത് 1/f ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എഫിൻ്റെ വാല്യൂ, എഫിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്. എഫ് ഈസ് ഈക്വൽ ടു അപ്പോൾ എങ്ങനെ എഴുതാം? യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഓക്കെ, യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. അപ്പോൾ കുട്ടികളോട് ശ്രദ്ധിക്കുക, മിറർ ഫോമിൽ നമ്മൾ റെസിപ്രോക്കൽ വൈസിൽ 1/f വെച്ചിട്ട് എഴുതും. റെസിപ്രോക്കൽ ഇല്ലാണ്ട്, അതായത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വാല്യൂ റെസിപ്രോക്കൽ കാണാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എഫ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഫോമുല യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുലയും ഒരൊറ്റ ഫോമുലയാണ് കാണിക്കുന്നത്. ബട്ട് ദിസ് വൺ ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഞാൻ നമ്മുടെ ബോർഡിൻ്റെ ലിമിറ്റേഷൻസ് കാരണമുണ്ട് ഞാനിത് റബ്ബ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾ യു ഹാവ് ടു റിമെമ്പർ എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. So f equal to uv divided by u plus v. ഇനി ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. എഫ് എത്രയാണ് തന്നിട്ടുള്ളത്? 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഈസ് ഈക്വൽ ടു യു എത്രയാണ്? -25 ഇൻറ്റു വി ആണ് നമുക്ക് കാണേണ്ടത്. വി ഡിവൈഡഡ് ബൈ യു വി, യു പ്ലസ് വി ആണ്. -25 പ്ലസ് വി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ഫുൾ മാത്തമാറ്റിക്കൽ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു? ഈ ഡിനോമിനേറ്റർ മൊത്തം ഈ ലെഫ്റ്റ് സൈഡിൻ്റെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. ബാക്കി എല്ലാതും ലെഫ്റ്റ് സൈഡിൽ തന്നെ വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം നോക്കുക. -25 വി ഈക്വൽ ടു 15 ഇൻറ്റു -25 പ്ലസ് വി. ഓക്കെ, ഇതെല്ലാം റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് -25 വി ഈക്വൽ ടു 15 ഇൻറ്റു -25 പ്ലസ് വി. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മളതിനെ സിമ്പിളാക്കി മാറ്റണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. -25 വി ഈക്വൽ ടു, നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -375 പ്ലസ് 15 വി കിട്ടും. ഓക്കെ, ആ ടേംസുകളെ ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ ഇങ്ങനെ ടേം കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഈ 15 ഇങ്ങോട്ട് കൊണ്ടുവരും. 375 അവിടെ തന്നെ വെക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? -25v -15v ഈക്വൽ ടു -375. ഇതല്ലേ കിട്ടുക? നിങ്ങൾക്ക് മൈനസും അതെ പ്ലസും മൈനസൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ടേം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 മൈനസുകളാണ്. നമുക്ക് വി ക്യാൻ ആഡ് അപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ മൈനസ് സൈൻ ഓവർ ഹിയർ അല്ലേ? അപ്പോൾ 25ഉം 15ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 കിട്ടും അല്ലേ? അപ്പോൾ -14v ആണ് കിട്ടുന്നത്. -14v ദാറ്റ് ഈസ് ഈക്വൽ ടു -375. സന്തോഷമായല്ലോ? നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് മോഡലിലേക്ക് എത്തിക്കഴിഞ്ഞു. -40v ഈക്വൽ ടു -375. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? വിയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി? ആ വാല്യൂ ഓഫ് വി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിനി അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കുക. ഇതിനൊന്നും കൂടി സിമ്പിളാക്കി മാറ്റാം അല്ലേ? ഒന്നും കൂടി അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഒന്നും കൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ വി ഉണ്ട് അല്ലേ? അപ്പോൾ വി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വി ഈസ് ഈക്വൽ ടു -375 ഡിവൈഡഡ് ബൈ -40. ഓക്കെ, വിനെ കണ്ടെത്തുമ്പോൾ വി ടേംസ് ഇവിടെ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യും? ഡിനോമിനേറ്ററായിട്ട് മാറ്റും. ഓക്കെ, -375 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഡിജിറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് +9.37 ഇത്രയാണ് കിട്ടുക. +9.37 9.3യോ അല്ലെങ്കിൽ 9.37 ആയിട്ട് എടുക്കാം. അപ്പോൾ 9.37 ആണ് വി, അതായത് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ബൈ ദാറ്റ് കോൺകേവ് മിറർ. ഇവിടെ പ്ലസ് സൈൻ കാണിക്കുന്നത് എന്താണ്? വിയിലൊരു പ്ലസ് സൈൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാൻഡ് ഫോർ ഇറ്റ് ഈസ് വെർച്വൽ അല്ലേ? വെർച്വലായിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. So we got at last what is the image distance. Image distance is equivalent to 9.37 plus 9.37. Okay. അപ്പോൾ നമ്മളെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് പ്രോബ്ലത്തിൽ, കാൽക്കുലേറ്റ് ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി, അതേപോലെ അതിൻ്റെ പൊസിഷന് നമ്മൾ കണ്ടെത്തി. +9.37 ആണ്. 9.37 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കോൺകേവ് മിററിൻ്റെ പിക്ചറുണ്ട്. 15 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ 9.37 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 15ൻ്റെയും അതേപോലെ പോളിൻ്റെ ഇടയിലാണ് നമ്മുടെ എന്ത് വരുന്നത്? ഈ ഒരു ഇമേജ് വരുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ആ ഡയഗ്രമൊക്കെ വെച്ചിട്ട് വരച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെയും പോളിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു ഇമേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +9.37 ആണ്. ഇനി അടുത്ത് ചോദിച്ചത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. ഈ ഇമേജിൻ്റെ ഹൈറ്റ് എവിടെയാണെന്നാണ് ചോദിക്കും. ഹൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി മാഗ്നിഫിക്കേഷൻ അല്ലേ? മാഗ്നിഫിക്കേഷനാണ് ആ ഇമേജിൻ്റെ ഹൈറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടുപിടുത്താൻ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല വെച്ച് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -v/u ആണ് അല്ലേ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -9.37 ഡിവൈഡഡ് ബൈ u എത്ര? -25 അല്ലേ? അപ്പോൾ -9.37 ഡിവൈഡഡ് ബൈ -25 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.375. ഓക്കെ, 0.375 ആണ്.
അതായത് വളരെ 1 സെൻറ്റിമീറ്ററിനേക്കാളും കുറഞ്ഞുള്ള ഒരു സൈസുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് കോൾ? ഹൈലി ഡിമിനിഷ്ഡ് അല്ലേ? വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് ഈ ഒരു കോൺകേവ് മിററിൽ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളൊരു കോൺകേവ് മിററിൽ മിറർ ഫോർമുല യൂസ് ചെയ്യേണ്ടതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതും നേച്ചർ ഓഫ് ദി ഇമേജും കണ്ടെത്തുന്നതൊക്കെ. പിന്നെ നമ്മൾക്ക് നേച്ചർ ഓഫ് ദി ഇമേജിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ് അല്ലേ? അതായത് ഇമേജ് വെർച്വലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇമേജ് വെർച്വലാണ്, നമുക്കത് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസിൻ്റെ ഇടയിലാണ് കിട്ടുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജസാണ് അല്ലേ? അപ്പം നേച്ചർ ഓഫ് ഇമേജസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ റിലാക്സ് ആയിട്ട് വായിക്കുക. എന്നിട്ട് മാക്സിമം ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തലയിലൂടെ ഓടിപ്പോകണം. അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എവിടെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർമ്മ വരണം. കൂടാതെ തന്നെ മിറർ ഫോർമുല, സ്പെറിക്കൽ മിറേഴ്സ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിറർ ഫോർമുലാസ് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ആ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഒരു മിറർ ഫോർമുല യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിറർ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യു എന്ന ഡിസ്റ്റൻസ് എപ്പോഴും മൈനസ് ആയിട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്. അതുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം വളരെ നന്നായിരിക്കും. ദാറ്റ് വിൽ ബി വെരി പെർഫെക്റ്റ് ആൻസർ. പിന്നെ പ്ലസ് സൈൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് സൈൻ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള ആ വ്യത്യാസം അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ ദാറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഇനിയും വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് റെഫർ ചെയ്യാം, പഠിക്കാം. അതിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേ വഴിയിലൂടെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.